ഇന്ത്യയിൽ നടക്കുന്ന ഒരു സമരത്തിൻ്റെ വലിയൊരു ഡ്രാമയാണ് ഈ കർഷക മാർച്ച്, കർഷക പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നത്. ടിക്കായത്ത് അങ്ങനെയുള്ള പല കക്ഷികളുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്നും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു ഗ്യാങ്ങുണ്ട്. ഇപ്പം ഇവർ പറയാം കേരളത്തിലാണെങ്കിൽ ഒരു പുല്ലും കൃഷി ചെയ്യുന്നില്ല, പക്ഷെ എന്നിട്ടും നമുക്ക് ആഹാരം അരി തരുന്നതാണ്, ഗോതമ്പ് തരുന്നതാണ് പഞ്ചാബ്, UP, ഹരിയാന, അതേപോലെ ആന്ധ്ര. ബേസിക്കലി ഞാൻ ഈ അടുത്ത സമയത്ത് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഇതിന് ഫണ്ട് ചെയ്യുന്ന ഒരു ആൻറ്റി ഇന്ത്യൻ ലോബിയാണ്. അതായത് ഇന്ത്യയുടെ സ്റ്റെബിലിറ്റി തകർക്കുവാൻ വേണ്ടി കർഷകരെ ഈ ഒരു പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ലോബി പല ഭാഗത്ത്, ഇന്ത്യയുടെ പല ഭാഗത്ത് അവർക്ക് ബേസിക്കലി ഇവർക്ക് ഫണ്ട് വരുന്ന ഈ സിഖ് ആൻറ്റി ഇന്ത്യ മൂവ്മെൻറ്റ് വഴിയാണ്. നിങ്ങൾക്കറിയാം സിഖുകാരും വലിയ കർഷകരാണ്. ഇപ്പം ഇന്ത്യയിൽ മാത്രമല്ല, സിഖുകാർ ലോകത്തെല്ലായിടത്തും, അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും സിഖുകാർ നല്ല കർഷകർ തന്നെയാണ്. പക്ഷെ ഇന്ത്യയിലെ കർഷകർക്ക് ഇത്രമാത്രം പ്രശ്നമുണ്ടെന്ന് ഇവർ പറഞ്ഞു പിടിപ്പിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് കപടതയാണ്. കാരണം ഞാൻ ഈ അമേരിക്കയിൽ, അവിടെ കാലിഫോർണിയ, ഈ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ പോയ സമയത്ത് ഈ കർഷകരുമായിട്ടൊക്കെ അവിടെ ഈ ഫാം ഫീൽഡൊക്കെ കർഷകരായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ പറയുന്ന വലിയ ലാഭമൊന്നും ഇന്ത്യയിലെ പോലെ തന്നെ കർഷകനാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അത് മെക്സിക്കോ ഒന്നും കൂടുതലുള്ള സാധനങ്ങൾ എടുക്കുന്നത്. ഈ കർഷകർ അവിടെ ഭയങ്കര മില്യനേഴ്സ് ഒന്നും അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പഞ്ചാബിലുള്ള കർഷകരെന്ന് പറയത്തില്ല, 10, 200, 300, 400 ഏക്കറുള്ളവൻ, അവൻ ബില്യനെയറാണ്. അതേപോലെ UPയിലുള്ള ചില കർഷകർ, ഈ ചെറിയ ചെറിയ കർഷകരുണ്ട്. അപ്പൊ അവരും ഇവരും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഈ ചെറിയ കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഫാം ബില്ല് കൊണ്ടുവന്നത്. അതിനെ എതിർത്തത് ഇവിടുത്തെ വൻകിട കർഷകർ. ഇതൊക്കെ പറഞ്ഞു തന്നത് അമേരിക്കയിൽ വെച്ച് തന്നെ ഒരു സർദാറായ കർഷകനാണ് പറഞ്ഞു തന്നത്. അപ്പൊ ഇന്ത്യയിൽ കർഷകനായിരുന്നു. അപ്പൊ ബേസിക്കലി അതിന് ഫണ്ട് കൊടുക്കുന്ന ആരാ? ഈ അമേരിക്കയിലും കാനഡയിലും അവിടെയുള്ള സർദാർമാരായിട്ടുള്ള കർഷകരാണ് ഈ പറയുന്ന കർഷക പ്രക്ഷോഭം എന്ന ടിക്കായത്ത് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് ഫണ്ട് കൊടുക്കുന്നത്. ഗവൺമെന്റ് മനസ്സിലാക്കണം. ഇനി ഇവരുടെ പല ഡിമാൻഡുകൾ നിങ്ങൾ നോക്കുക. ഇന്ത്യയിലെ കർഷകരുടെ, അതായത് ഭയങ്കര കർഷക പ്രേമമൊക്കെയാണ് ഇമാരുടെ പ്രധാന ഡിമാൻഡ്. എന്ന് ലോകത്ത് ഇന്ന് വരെ ഒരു കർഷകനും പറയാത്ത ഡിമാൻഡാണ് ഇവൻ പറയുന്നത്. അപ്പോഴേ മനസ്സിലായിക്കോണം ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ കർഷക പ്രക്ഷോഭത്തിന് ഭയങ്കരമായിട്ട് മീഡിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതായത് മറ്റു പലരും മനസ്സിലാക്കിയെടുത്തോളം, BJPയിലൊരു ഗ്രൂപ്പ് ഈ കർഷക പ്രക്ഷോഭത്തിന് അനുകൂലമായിട്ടും അകത്തൂടെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ ആദ്യം കണ്ടുപിടിക്കുക, ആരാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടവർ കോൺഗ്രസ് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇന്ത്യക്കെതിരെ എന്ത് പരിപാടി സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അത് പ്രതിപക്ഷം അവരുടെ ജോലി തുടരട്ടെ. പക്ഷെ ഇതിനകത്തൊരു വലിയ ഭാഗം ഈ കർഷക സമിതി, ജാട്ട് പ്രക്ഷോഭം, ഇതിനകത്തൊക്കെ അതേപോലെ രാജസ്ഥാനിലൊരു ഗ്രൂപ്പുണ്ട്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഇത് ശക്തമായ രീതിയിൽ ക്രാക്ക് ഡൗൺ ചെയ്യണം. ഇത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഹൈവേ തടയാൻ പോകുന്നു, ഡൽഹിയുടെ മൂലയ്ക്ക് വരുന്നു, അവിടെ വരുന്നു. ഇതെല്ലാം ഇലക്ഷനുമായിട്ട് കണ്ട് ഫണ്ട് ചെയ്ത് ഇന്ത്യയിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കാവുന്ന സംഭവമാണ് ഈ കർഷക പ്രക്ഷോഭം. ഇന്ത്യയിലേക്ക് കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഡ്രാമ. യഥാർത്ഥ കർഷകന്റെ ഇഷ്യൂ അത് ഗവൺമെന്റ് നോക്കണം. ഈ കർഷക ഈ പറയുന്ന യൂണിയൻ, മഹായൂണിയൻ, ക്ലാപ്പ് കോപ്പ് എന്നൊക്കെ പറയുന്ന അട്ടിച്ചങ്ങ് ഒതുക്കണം. ഒരു ബേസും ഇല്ലാതാണ് ഇവർ ഈ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരു കുറച്ച് മില്യനേഴ്സും അവരും ഫണ്ട് ചെയ്ത് വിദേശ ഫണ്ടില് ഇന്ത്യയിലെ ഡാമേജ് ചെയ്യാൻ നടക്കുന്ന ഒരു കൂട്ടര്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഫ്രാൻസിൽ ഒരു കർഷക പ്രക്ഷോഭം നടന്നു, നിങ്ങൾ കണ്ടു കാണും. ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങൾ എല്ലാം വളരെ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ഗവൺമെന്റ് അംഗീകരിച്ചു. ഇനി ഈ ഫ്രാൻസിലുള്ള കർഷകരും ഇന്ത്യയിലുള്ള കർഷകരും രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ അമേരിക്കയിലുള്ള കർഷകർ, ഇവിടെയൊക്കെ പ്രോഫിറ്റ് ലാഭം എടുത്ത് നോക്കുക. ഇന്ത്യയിലും അത്ര നഷ്ടമൊന്നുമല്ല കൃഷി ചെയ്യുന്നവർക്ക്. ഞാനത് കണക്കുകൾ വെച്ച് പറഞ്ഞുതരാം.
കാരണം ഇവർക്ക് താങ്ങുവിലയുണ്ട്. ഇപ്പൊ ഹൈവേ വന്നു, ഇവരുടെ സാധനം പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്നുണ്ട്, ഇവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് പണം കിട്ടുന്നുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. കാരണം ഇൻഫ്രാസ്ട്രക്ചറും പരിപാടികളൊക്കെ വരികയും നല്ലപോലെ എക്സ്പോർട്ടായിട്ട് ഈ സാധനം പോകുകയും ഇവർക്ക് വില കിട്ടാൻ തുടങ്ങി. ഇനി നമുക്കിവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സർപ്ലസ് ആയിട്ട് വരുന്ന സാധനങ്ങൾ എവിടെയാണ് പ്രോപ്പറായിട്ട് സ്റ്റോറേജ് ചെയ്യുക. പെരിഷബിളുണ്ട്, പെരിഷബിൾ അല്ലാതെയുണ്ട്. അതാണ് ഗവൺമെന്റ് എടുക്കേണ്ട സംഭവം. അല്ലാതെ ഈ കർഷക ബില്ല് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഡോമിനേഷൻ നിൽക്കുകയുള്ളൂ. അതായത് ഗവൺമെന്റ് തയ്യാറെടുക്കേണ്ടത് ഇത് ഒരിക്കലും ഫ്രീസ് ചെയ്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ ഫണ്ട് ചെയ്യുന്നതും ഇന്ത്യക്കെതിരെയുള്ള ശക്തികളാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഗവൺമെന്റ് ശക്തമായ നടപടിയെടുത്താൽ ഈ ഇന്ത്യയിൽ നടക്കുന്ന, നോർത്ത് ഇന്ത്യയിലും പ്രത്യേകിച്ച് ചില സ്റ്റേറ്റുകളിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭം ഇതോടുകൂടി അങ്ങ് നീക്കും. കാരണം ആൾക്കാരെ ഗ്ലോബലായിട്ട് തെറ്റിദ്ധാരണ പരത്തി ഇവിടെ അൺട്രസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ടിക്കായത്തും കൂട്ടരും അവനെ ഒതുക്കേണ്ട സമയം. അട്ടിച്ചങ്ങ് ഒതുക്കണവന്മാരെ. ഒരു സംഭവമില്ലാതെ വെറുതെ ഉണ്ടാക്കി കൂട്ടുന്ന ഒരു ഗിമിക്സ് ആണിത്. അല്ലാതെ ബേസിക്കലി ഇവർ ഡിമാൻഡ് ഒന്നുമില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നടപടിയാണ് ഇവർക്കെതിരെ എടുക്കേണ്ടത്.